ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോട്ട് ഹട്ട് എന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി ലഹരി നിർമ്മാർജ്ജന സമിതി. എറണാകുളം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആലുവ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച സംഗമം വൻ വിജയമായി. ലഹരി മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വേണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ട്രഷറർ MKA ലത്തീഫ്. സംസ്ഥാനത്ത് വ്യാപകമായി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതിനു പിന്നിലെ സംഘടിത മാഫിയ പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഇന്ന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ ശൃംഖലകൾ വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിയമ നടപടികൾ ഊർജിതമാക്കണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ട്രഷറർ MKA ലത്തീഫ്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോട്ട് ഹണ്ട് എന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലഹരി നിർമ്മാർജ്ജന സമിതി എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവ ഗാന്ധി സ്ക്വയറിൽ നടത്തിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KK അബ്ദുള്ള പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മുട്ടത്തിൽ, VS ബോബൻ, ഷുക്കൂർ ചെമ്പറക്കി, നവാസ് മുല്ലേത്ത്, റജീന അസീസ്, ഫരീദ് വലിയപറമ്പിൽ, KM അബ്ദുൾ ഖാദർ, CK കമറുദ്ദീൻ, PB കമാലുദ്ദീൻ, സെയ്ദു കുഞ്ഞ്, MA സയ്യിദ് മുഹമ്മദ്, ഹമീദ് ചന്ദ്രത്തിൽ, അസ്മ നൂറുദ്ദീൻ, ഹസൈനാർ മൗലവി, സിദ്ദിഖ് CS, ഷാജഹാൻ കാഞ്ഞൂർ, റഷീദ് മേക്കാലടി, അഹമ്മദ് കബീർ ഏലൂക്കര, മുഹമ്മദ് അലി തോട്ടത്തിൽ, സലീം എടയപ്പുറം, ഷുക്കൂർ കരിപ്പായി, ഹനീഫ കുട്ടോത്ത്, കുഞ്ഞു മുഹമ്മദ് മുട്ടം, ഷമീർ ചേലക്കുളം, അലി വെള്ളഞ്ഞി, മുസ്തഫ കടുമ്പാടം, ബാബു ചാലയിൽ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമുക്കറിയാം, ഓരോ ദിവസവും നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ കുട്ടികളെ കൊല്ലുന്നു, അമ്മമാർ മക്കളെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു എന്ന് വേണ്ട ഈ ലഹരി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധിയും പ്രയാസങ്ങളും എല്ലാം ഏത് തരത്തിൽ നമുക്ക് അമർച്ച ചെയ്യാൻ കഴിയുമോ എന്നാണ് ലഹരി നിർമ്മാർജ്ജന സമിതി ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്ത്യ രാജ്യത്ത് ജനസംഖ്യയിൽ കേവലം 0.5% മാത്രമാണ് എറണാകുളം ജില്ലയിൽ വസിക്കുന്നത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള മയക്കുമരുന്ന് കേസുകളിൽ 12% എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇന്ത്യയിൽ എറണാകുളം ജില്ല മയക്കുമരുന്നിൻ്റെ ഇന്ത്യയിലെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ദാരുണമായ ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. മദ്യവിരുദ്ധ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒത്തിരി കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ലഹരി നിർമ്മാർജ്ജന സമിതി LNS വളരെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യം. News Bureau Aluva. In every curious question, we see a scientist. In every step they take, we see a champion. We don't just care for children, we nurture who they are becoming. Sanford Preschool, where learning begins.